കാഷ്വാലിറ്റി ഓക്കെ ആണ്. നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ വന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യാം, ഓക്കെ ഓക്കെ പുള്ളിക്കാരൻ റെസ്പോൺസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം, ബ്രീത്ത് ചെക്ക് ചെയ്യാം. നമ്മൾ മൂക്കിനാണ് വിരൽ വെച്ച് നോക്കി ബ്രീത്ത് ഉണ്ടോ നോക്കി, ബ്രീത്ത് ഇല്ല, ഓക്കെ അല്ല, അതുമില്ല. ദെൻ സെക്കൻഡ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ലുക്ക്, ലിസൺ, ഫീൽ. നമ്മൾ എന്ത് ചെയ്യാം, നേരെ വന്നിട്ട് എന്ത് ചെയ്യാം, നേരെ ഇങ്ങനെ ലിസൺ ചെയ്യാം, ചെവി ഇങ്ങനെ വെക്കാം, മൂക്കിന്റെ അവിടെ നിന്ന് എന്തെങ്കിലും ശ്വാസം തരണോ നോക്കാം. ദെൻ ലുക്ക് ചെയ്യാം, ഒന്ന് വയറൊന്നും അനങ്ങുന്നുണ്ടെങ്കിൽ അതും നോക്കാം, ലുക്ക്, ലിസൺ, ഫീൽ. ഓക്കെ, അത് ചെയ്തിട്ട് എനക്കൊന്നുമില്ല. അടുത്ത് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, എന്താണ് ബ്രീത്ത് നോക്കിയിട്ട് പിന്നെ എന്താ ചെക്ക് ചെയ്യേണ്ടത്, പൾസ് ചെയ്യുക, കരോട്ട് പൾസ് ചെയ്യുക, രണ്ടുപേരിൽ വെക്കുക. കഴുത്തിന്റെ ഈ നമ്മുടെ കുഴിയുടെ ഈ ഭാഗത്തല്ലേ, ഈ ഭാഗത്തായിട്ട് നമ്മള് വിരൽ എന്ത് ചെയ്യുക, ഇങ്ങനെ അമർത്തി പിടിച്ചു നോക്കാം. ഓക്കെ, കുറച്ചേരം നോക്കുമ്പോൾ നമുക്ക് പൾസ് ഉണ്ടോന്ന് അറിയാം, പൾസ് ഇല്ല. ഓക്കെ, അതുമില്ല. അപ്പൊ എന്ത് ഡെത്തായി പുള്ളിക്കാരൻ, എന്ത് ഡെത്തായി, ക്ലിനിക്കലി ഡെത്തായി അല്ലെ. ക്ലിനിക്കൽ ഡെത്തിനും പിന്നെ ഡെത്തിന്റെ ഇടയിലുള്ള സമയമാണ്, ബ്രെയിൻ ഡെത്തിനും ഇടയിലുള്ള സമയമാണ് നമ്മൾ CPR കൊടുക്കുന്നത് അല്ലെ, 4 മുതൽ 5 മിനിറ്റ് വരെ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ എന്ത് ചെയ്യാ, നമ്മൾ CPR കൊടുക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ CAB എന്താ പറയുന്നത്, CAB. C എന്താ പറയുന്നത്, കംപ്രഷൻ. A എന്താ പറയുന്നത്, എയർ. B എന്താ പറയുന്നത്, ബ്രീത്ത് അല്ലെ. അപ്പൊ കംപ്രഷൻ കൊടുക്കാൻ പോകണം. കംപ്രഷൻ കൊടുക്കാനുള്ള പൊസിഷൻ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഈ നോട്ട് നമ്മൾ സെന്ററിലല്ലേ, മൂക്കിന്റെ അവിടെ നിന്ന് വരവടിച്ചു, നിപ്പിൾ ടു നെമ്പിൾ വരവടിച്ചു. ഈ സെന്ററിന്റെ അവിടെ ഞാൻ എന്ത് ചെയ്യുക, സ്റ്റേണം കോണത്തിന്റെ അവിടെ എന്ത് ചെയ്യുക, കൈ വെക്കുക. കൈ എന്ത് ചെയ്യണം, താഴെ കൈ എന്താ വയ്ക്കണം, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം അല്ലെ. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോ എന്റെ ബോഡി എന്തായിക്കൂടി കൈയിന്റെ അടിക്കുമ്പോൾ വെയിറ്റ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതേ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര കംപ്രഷൻ കൊടുക്കണം, 30 കംപ്രഷൻ കൊടുക്കണം അല്ലെ. അപ്പൊ ആ ഋതത്തിൽ കൊടുക്കുക അല്ലെ. എങ്ങനെ ഋതം പറഞ്ഞ നമ്മൾക്ക് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇങ്ങനെ 30 കംപ്രഷൻ നമ്മൾ കൊടുക്കാം. എത്ര സെന്റിമീറ്ററും താഴണം, 5 സെന്റിമീറ്റർ എങ്കിലും താഴണം. അതാണ് പറഞ്ഞത്, 5 സെന്റിമീറ്റർ എങ്കിലും നമ്മൾ താഴണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ 30 കൊടുത്തു. 30 കൊടുത്തിട്ട് നമ്മൾ C കഴിഞ്ഞു. അടുത്തത് A നമ്മൾ പറഞ്ഞത് A ഫോർ എയർവേ. എയർവേ നമ്മൾ ക്ലിയർ ആക്കണം. എയർവേ ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ നോക്കുക, പുള്ളിക്കാരന്റെ വായിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം. നോക്കിയിട്ട് എന്ത് ചെയ്യുക, എയർവേ ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ കഴുത്ത് ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. നാവ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത്. ദെൻ A കഴിഞ്ഞു, എയർവേ ക്ലിയർ ആക്കി. B എന്താ പറയുന്നത്, B ഫോർ ബ്രീത്ത് കൊടുക്കാൻ പോകണം അല്ലെ. ബ്രീത്ത് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഒരു കർച്ചീഫ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് ആയിട്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൂക്ക് ഇങ്ങനെ പൊത്തിപ്പിടിക്കുക. പൊത്തിപ്പിടിച്ച് നിങ്ങൾ നല്ലൊരു ബ്രീത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക, മൗത്ത് ടു മൗത്ത് ആയിട്ട് ഇങ്ങനെ 1 വീണ്ടും 2. ഓക്കെ, ഒരു സൈക്കിൾ കഴിഞ്ഞു. 30:2 എന്നുള്ള സൈക്കിൾ കഴിഞ്ഞു. എന്ത് ചെയ്യണം, ഈ സൈക്കിൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരാൾ CPR കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് ചെയ്യും, അപ്പൊ അടുത്ത ആൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കര ആവശ്യത നമ്മൾ വിചാരിക്കുന്നതല്ല, CPR കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ പെട്ടെന്ന് തന്നെ ടയേർഡ് ആവും. അപ്പൊ അടുത്ത ആൾ വീണ്ടും ചെയ്യുക. അപ്പൊ നിങ്ങൾ മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എത്ര സമയം വരെ CPR നമ്മൾ കണ്ടിന്യൂ ചെയ്യണം പറഞ്ഞേ, ഒന്നുകിൽ ഇയാളുടെ ജീവൻ തിരിച്ചു കിട്ടുന്ന സമയം വരെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയം വരെ നമ്മൾ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ ആണല്ലോ, ഓക്കെയാണ്, ഓക്കെ അല്ലേ. അപ്പൊ നിങ്ങൾ ആ പാനിക് സിറ്റുവേഷൻ നിങ്ങൾ ഒഴിവാക്കും. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് മാത്രമാണ് നമ്മള്. ഓക്കെ, അപ്പൊ ഒരാൾക്ക് നിങ്ങൾക്ക് ഡെമോ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു മനുഷ്യനാണ് ഈ കിടക്കുന്നത്, അതേ ഫീൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കാം. നിങ്ങൾ അത്ര അത്യാവശ്യം എത്ര പേർക്ക് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. ഓക്കെ, റെഡി, ഒരാൾക്ക് വരാം.